ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും കയ്യിലുള്ള കുഞ്ഞൻ മൈക്ക്. ഇതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഫേമസ് ആയ മൈക്ക്. ഓഫ് കോഴ്സ് 1.5 വർഷം മുമ്പ് ഞാനും മേടിച്ചു ഇതാ ഈ കാണുന്ന സാധനം. 13,000 രൂപ എടുത്ത് EMI ഇട്ടാണ് അന്ന് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. വൈ ഐ ബോട്ട് ദിസ്? ഞാൻ ഈ കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങിയ ടൈമിൽ എൻ്റെ കയ്യിലൊരു വയേർഡ് മൈക്കായിരുന്നു. അത് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ വയറൊക്കെ കാണാതെ മാക്സിമം ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുത്തിക്കയറ്റിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഒരു വയർലെസ് മൈക്ക് മേടിക്കണം, പക്ഷെ വലുതായിരിക്കരുത്, നോയിസ് ക്യാൻസലേഷൻ വേണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമായിരുന്നു വേണ്ടത്. അന്ന് ഞാൻ നോക്കുമ്പം DJൻ്റെ മൈക്ക് ഉണ്ടായിരുന്നു, അതിനെത്ര 28,000 30,000 രൂപേൻ്റെ അടുത്ത് വിലയുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവൻ ഇറങ്ങുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മേടിച്ച് EMI ഇട്ടിട്ടോ. ഓഫ് കോഴ്സ് ഇവൻ ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ കണക്ടർ. ഇത് നേരെ നമുക്ക് ഫോണിലോട്ട് കണക്ട് ചെയ്യാം. പഴയ ഐഫോണിന് വേറെ സാധനം ഉണ്ട് കേട്ടോ. ഇത് നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് കണക്റ്റായി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ മൈക്ക് എടുത്താൽ സംഭവം കണക്റ്റായി. ഈ ഒരു ബോക്സിൽ 2 മൈക്കും പിന്നെ ക്യാമറ കുത്തുന്ന ഒരു കിടുതാപ്പുമാണ് വരുന്നത്. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഇതേവരെ ആ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ബോക്സാണ് ഇതിൻ്റെ. പിന്നെ ഇതിൽ നല്ലോണം ചാർജ് വെക്കും. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ചാർജ് വെക്കും. ഇതിനകത്ത് USB വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പോർട്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മൈക്കിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും ബട്ടൺസ് മൈക്ക് അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇത് മാഗ്നറ്റ് വെച്ചിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക ചെയ്യുക. ഇതിൻ്റെ പുറകിലൊരു മാഗ്നറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് ശരിക്കും ഇങ്ങനെ ഒട്ടി അങ്ങ് പിടിച്ചിരിക്കും. കാണിച്ചു തരാം, നോക്കിയോ, കണ്ടോ, ഇതാണ് ആ മാഗ്നറ്റ്. നമ്മുടെ ഷർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ടക്കുന്ന് വന്നിരുന്നോളൂ. ഇത് ഞാൻ ആദ്യം വിചാരിച്ച് ചാടി പോവുകയൊക്കെ ചെയ്യുമെന്ന്. അങ്ങനെയൊന്നും പോകില്ല, അത്യാവശ്യം നല്ല പവറുള്ള മാഗ്നറ്റ് അതിനകത്തുള്ള. പിന്നെ അടുത്ത സാധനം ബോക്സിനകത്ത് അല്ലാണ്ട് വരുന്നതാണ് ഇത്. ഇതിന് ചാർജ് വേണ്ട. ഇത് നേരെ നമ്മൾ ഫോണിൽ കുത്തിക്കഴിഞ്ഞാൽ ഈ സാധനം ഓണാവും. ഇതിനകത്ത് നിന്നിട്ട് കാണിക്കും എത്ര എണ്ണം ഓണായിട്ടുണ്ട്, അതായത് എത്ര മൈക്ക് ഓണായിട്ടുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ പുറകെ കാണുന്ന ഈ സ്വിച്ച് ഉണ്ടോ, അത് ഞെക്കി കഴിഞ്ഞാലാണ് നോയിസ് ക്യാൻസലേഷൻ ഓണാവുന്നതും ഓഫ് ആവുന്നതും. അത് ഓണാകുമ്പോൾ പച്ച ലൈറ്റ് കത്തും. ഇതിനകത്ത് ഉണ്ടോ, ഇതിനകത്തും ഉണ്ട്. ഇപ്പം ഒരു മൈക്കാണ് നമ്മൾ എടുത്ത് വെച്ചെങ്കിൽ ഒരു മൈക്കിന് നമ്മളത് ഓഫ് ആക്കണം. അങ്ങനത്തെ ഫങ്ഷനാലിറ്റിയൊക്കെ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2 മൈക്കും അറ്റ് എ ടൈം നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, 2ലും ഒരേപോലെ അത് വർക്കാവും. അപ്പോൾ ഇൻഡിവിജ്വലി നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മൈക്കിലും ആ സെറ്റപ്പ് അതേപോലെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റത്തിൻ്റെ കൂടെ കിട്ടിയൊരു തുണിസഞ്ചി. ഇതിനകത്താണ് ഞാൻ ഈ സംഭവമൊക്കെ ഇട്ടുകൊണ്ട് പോകാറ്. ഇതിൻ്റെ കൂടെ വേറെ കുറേ ആക്സസറീസ് ഉണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നോക്കുന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. പോന്നോട്ടെ. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഒന്ന് കുലുക്കി നോക്കട്ടെ. ഇല്ലാന്ന് തോന്നുന്നു. ഈ സാധനമാണ് ഒരു മാല. ഒന്നല്ല കേട്ടോ, 2 മാലയുണ്ട്. എല്ലാം കൂടെ കെട്ടിപ്പറഞ്ഞ് കിടക്കുകയാണല്ലോ. വലിച്ചു പറിച്ചെടുക്കട്ടെ. ഇതാണ് ഞാൻ രണ്ടാമത് പിന്നെയും കൂടുതൽ യൂസ് ചെയ്യുന്ന അടുത്ത ഐറ്റം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ തൊപ്പിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിലൊക്കെ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കണ്ടോ, ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാം. അത് നല്ല ബലത്തിലവിടെ അങ്ങനെ ഇരുന്നോളും. അടുത്ത സാധനമാണ് 2 മാല. അയ്യോ, പൊട്ടിപ്പോയോ? ഇല്ല, ഇതിനകത്ത് ഇങ്ങനെ കയറിയിരിക്കുന്ന കേട്ടോ. അത് ഞാൻ വലിച്ചപ്പോൾ അങ്ങ് പോകുന്നതാണ്, മാഗ്നറ്റിൻ്റെ ഇത് കാരണം അങ്ങ് പോകുന്നതാണ്. 2 കൂടെ ഒട്ടിപ്പിടിച്ചിട്ട്. ഇതുണ്ടോ, മാലേൻ്റെ ഉള്ളിൽ ലോക്കറ്റ് പോലെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് അതിനകത്തിട്ട് നമുക്ക് മൈക്ക് എടുത്തിട്ട് ടക്ക് ചെയ്ത് വെക്കാം. മാലയൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്യലേ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആ പെട്ടിക്കകത്ത് ഉള്ളിലുള്ള മൈക്കില്ല, അതിൻ്റെ പുറകിലുള്ള സാധനം. പിന്നെ ഇപ്പോൾ കണ്ട പിടിപ്പിച്ച് വെക്കുന്ന ക്ലിപ്പ്, അത് രണ്ടുമാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. മാലയൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു USB കേബിളും വരും. ഇതും ഞാൻ അങ്ങനെ എടുക്കലില്ല, നമ്മുടെ ഫോണിൻ്റെ ചാർജർ വെച്ച് ചെയ്യലാണ് പതിവ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടേക്കും, എന്തെങ്കിലും എമർജൻസി കേസിൽ വന്നാലോ എന്ന് ഓർത്തിട്ട്. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, താഴെ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ നോയിസ് ക്യാൻസൽ ചെയ്യുന്ന സാധനം. നല്ല വിൻഡൊക്കെ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ, ബൈക്കിൽ പോകുമ്പോൾ അങ്ങനെ റെക്കമെൻഡഡ് അല്ല, ചിലപ്പോൾ ചാടിപ്പോയേക്കാം. ഈ സാധനം കുത്തി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വിൻഡിനെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇത്ര സാധനമാണ് കിഴിപ്പെട്ടിയിലുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് കുറ്റങ്ങൾ പറയാം.
ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല കിടിലൻ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് തോന്നിയിട്ടുള്ള കുറച്ച് ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ അതിപ്പോഴാട്ടോ അത് കാണിക്കാൻ തുടങ്ങിയ ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു 1.5 വർഷത്തിന് മുകളിലായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഇത് കുത്തിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ കുത്തിവെച്ചു. ഫോണിൽ നമ്മുടെ റിസീവർ കുത്തിവെച്ചു. എന്നിട്ട് മൈക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒന്നും പറയാണ്ടൊക്കെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ, ഒന്നും പറയാണ്ട് ഓണാക്കി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇത് റെക്കോർഡാവില്ല. എനിക്ക് അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് അങ്ങനത്തെ സാധനമൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇത് സാധനം വർക്കാവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഫോണൊന്ന് ഓഫാക്കി പിന്നെ ഓണാക്കുമ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇത് ഓണാണോ അല്ലയോ എന്ന് റെക്കോർഡ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ കോപ്പ് ഇതിനകത്ത് വോയിസ് വന്നിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് വരുന്നൊരു ദേഷ്യമുണ്ട്. ആ ഒരു പ്രശ്നം മാറ്റി നിർത്തിയ ഈ പുള്ളി അടിപൊളിയാണ്, നരി കിടിലനാണ്, കിടിലൻ. പിന്നെ ഒരിടയ്ക്ക് ഇതിന് ഈ മൈക്ക് എടുത്ത് കുത്തിക്കഴിയുമ്പം ഒട്ടും കണക്റ്റ് ആവാത്തൊരു ഇഷ്യൂ വന്നായിരുന്നു ഒരു പ്രാവശ്യം കേട്ടോ. അപ്പം ഞാനിതൊന്ന് റീസെറ്റ് ചെയ്തപ്പം എല്ലാം റെഡിയായി. ഈ മൈക്ക് ഞെക്കി പിടിച്ച് അതിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും എങ്ങനെയാണ് റീസെറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം അത് റെഡിയായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ എനിക്കിത് മേടിച്ചിട്ട് ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. കാരണം ഈ ഒരു പൈസയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന വേറൊരു വയർലെസ് മൈക്ക് ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ എൻ്റെ കാര്യങ്ങൾ നല്ല ഭംഗിക്ക് ഇതുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രാവൽ ലോഗ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോയി ആരോടെങ്കിലും ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്യാനാണെങ്കിലും ഈ ഒരു സാധനം അത്യാവശ്യം പുറത്ത് വിസിബിൾ അല്ലാതെ തന്നെ നല്ല രീതിയിൽ വോയിസ് ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ട്. അതായിരുന്നു എനിക്ക് വേണ്ടതും. അത് നല്ല രീതിയിൽ ഇവനെക്കൊണ്ട് നടക്കുന്നുണ്ട് എന്തായാലും. ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് വേർത്ത് ഓഫ് ബൈയിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യെസ്. ഇപ്പോഴും ഈ ഒരു സാധനം ആമസോണിലുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു സാധനവും ഇല്ല ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇതൊരു ഗുഡ് അടിപൊളി പ്രോഡക്റ്റാണ്. ദിസ് ഈസ് യുവർ റിവ്യൂ ബഡി. മാസങ്ങളോളം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓൺലൈനിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റിൻ്റെയും പക്ക റിവ്യൂവിനും ജെനുവിൻ ഫീഡ്ബാക്കിനും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എന്തായാലും പിന്നീട് ആവശ്യം വരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തോ.